അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഞായറാഴ്ച രാവിലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ ഇക്കതാ പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച മാത്രം നമ്മൾ 100 രൂപയ്ക്ക് പാല് മേടിക്കും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 70 രൂപയ്ക്കാണ് മേടിക്കാറ്. എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 2 ലിറ്ററാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ 1.5 ലിറ്ററോ, അങ്ങനെ എനിക്ക് കറക്റ്റ് കണക്കറിയില്ല. 1 ലിറ്റർ പാലിന് എത്രയെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ രൂപ ഇത്ര രൂപയ്ക്കാണ് നമ്മൾ മേടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ കിട്ടും, ഗീ കിട്ടും. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ മുടി സ്ട്രെയിറ്റ് ആക്കിയ പിന്നെ എൻ്റെ തലയിൽ തട്ടം നിൽക്കാൻ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലവർ ക്രാബ് ഇടുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ മുടി വളയുമോ എന്നൊരു പേടി. അത് കാരണം ഞാനത് ചെയ്യുന്നില്ല. മുടി കെട്ടൽ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ കെട്ടിയിട്ട് എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. പിന്നെ ഇന്നലെ ഞാനിട്ടൊരു മെഹന്തി നൈറ്റിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അത് ലാസ്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അത് കണ്ടിട്ടേ ഇതെന്താ ഇത് ഇങ്ങനെ. അതിൽ കുറേ കമൻറ്റ് വന്നിട്ടാ. ലാസ്റ്റ് എന്താ ഒരു വിറയൽ, പെട്ടെന്ന് ഷോക്ക് അടിച്ചോ, അതേപോലെ ഭൂമി കുലുക്കം, അങ്ങനെ പലതുമായിട്ട് കമൻസ്, കുറേ കോമഡി കമൻസുകളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചായ ആയിട്ടുണ്ട്. അതിനെ ഇന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഉണ്ടല്ലോ, ഇന്ന് നല്ല ഉറക്കം വരുന്ന ഒരു ടൈമിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. എന്താവോ നമ്മുടെ വോയിസ് എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെന്താണ്, പെട്ടെന്ന് ഇവിടുന്ന് ഷോക്ക് അടിച്ച പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. മാഷാ അല്ലാ, താങ്ക് യു സോ മച്ച്. അതുപോലെ അയ്യോ, എനിക്ക് ഇന്ന് പ്രോൺസ് ബിരിയാണി ആയിരുന്നു. ഇത് കാണുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ വ്ളോഗൊക്കെ കാണുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. പ്രോൺസ് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ മലപ്പുറം സ്റ്റൈലിൽ ബിരിയാണി വെക്കുന്നത് പോലെയും പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തൈറോയിഡ് ഉള്ളവർ പാൽ ചായ കുടിക്കരുത്, കിഴങ്ങ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ ചേച്ചി? എനിക്കും ഉണ്ട്, അതാണ് ചോദിക്കുന്നത് എന്ന്. നമ്മൾ എത്ര കാലം കഴിക്കാണ്ടിരിക്കും. അതുകൊണ്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക, അത് മസ്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക, അവോയ്ഡ് നമ്മളങ്ങനെ ഒരുപാടൊന്നും കഴിക്കുന്നില്ലല്ലോ. ചായ ഒന്നും 1 ലിറ്റർ കണക്കിനൊന്നും കുടിക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ. അതുപോലെ ക്യാബേജ് അടക്കം നമുക്ക് കഴിക്കാം, ഒരു ലിമിറ്റിൽ കഴിച്ചാൽ മതി എന്ന് മാത്രം. അതൊക്കെ മനസ്സിലായോ? ക്യാബേജ് ഒന്നും ഒഴിവാക്കേണ്ട ഒരാവശ്യമില്ല. പലരും ക്യാബേജ് കഴിക്കാൻ പാടില്ല, ക്യാരറ്റ് കഴിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ പലതും പറയാറുണ്ട്. പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടാബ്ലറ്റ് കഴിക്കുക എന്ന് മാത്രം. അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചായ കുടിക്കണതിൻ്റെ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ടാബ്ലറ്റ് കഴിക്കണം. വെറും വയറ്റിൽ ടാബ്ലറ്റ് കഴിക്കണം. ടാബ്ലറ്റ് കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഫുഡും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആ ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. ഞാൻ അത് ഇപ്പോൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ജിമ്മിന് പോണതിന് മുമ്പേ ആണല്ലോ ടാബ്ലറ്റ് കഴിച്ചിട്ട് പോണത്. അതുകൊണ്ട് എനിക്കത് വേഗം ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അയാൻകുട്ടിക്ക് രാവിലെ എണിച്ചതും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കിയതിൽ കുറച്ച് മൾട്ടിഗ്രെയിൻസിൻ്റെ സംഭവം ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. ഇതിൽ മില്ലറ്റ് ഉണ്ട്, ഓട്സ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അതുപോലെ CTയുടെ കാര്യം, എന്താ പറയുക, ഹോളിഡേ അല്ലാത്ത ഏത് ഡേ എത്ര നേരത്തെ പോയാലും എത്ര വൈകി വന്നാലും CT കൊടുത്താൽ മതി. 5 രൂപയാണ്. അതൊക്കെ ഒരു മാന്യതയുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബോറൻ ഏർപ്പാടാണ് സത്യം പറഞ്ഞാൽ. പിഞ്ചു മക്കളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുൾ ചാർജ് മേടിച്ചിട്ട് കൊണ്ടുപോകണം. അവർക്ക് നാണമില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട് ശരിക്കും. എത്ര നേരത്തെ ആണെങ്കിലും വൈകിയതാണെങ്കിലും ഒക്കെ എന്താ പറയുക, CT മേടിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടല്ലേ CT എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതങ്ങനെയല്ല. ഇത്ര മണിൻ്റെ മുമ്പേ ആണെങ്കിൽ ഫുൾ ചാർജ് വേണം, ഇത്ര മണി കഴിഞ്ഞിട്ടാണെങ്കിലും ഫുൾ ചാർജ് വേണം. എന്താ ഇത്, നമ്മുടെ നാട് മാത്രം എന്താ നന്നാവാത്തേ അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആരുടെ വീടാണ്? ഉണ്ണിയേട്ടൻ്റെ വീടാണോ എന്ന്. അവരെ വീട് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിയേട്ടൻ ആരാണെന്നുള്ളത് എനിക്കറിയില്ല, ഫസ്റ്റത്തെ കാര്യം. പിന്നെ അത് വീടല്ല, അത് വായനശാല ശില്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പം അത് വേറെ ആരോ വാങ്ങിച്ചിട്ടുണ്ട്.
അവർ അവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ വരുന്ന കാലം മുതലേ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. ആദ്യമൊക്കെ അവിടെ കുറേ ആൾക്കാർ വന്നിരുന്നിരുന്നു. ഇപ്പം അത് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ണിയേട്ടനെ ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയുന്ന ഒരു ഉണ്ണിയേട്ടനുണ്ട്. അയാൾ മരിച്ചു. അതായത് എൻ്റെ പെട്ടെന്ന് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വന്ന് നാട് വിട്ടൊക്കെ വരിക എന്ന് പറയില്ലേ, അങ്ങനെ നാട് വിട്ടിട്ട് ആരും ഇല്ലാണ്ട് കഴിക്കാൻ ഫുഡില്ലാണ്ട് അങ്ങനെ കയറി കിടക്കാൻ എന്താ പറയുക ഒന്നുമില്ലാണ്ട് അങ്ങനെ വന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പുപ്പ, കാര്യത്തുപ്പ എന്നാണ് ഞങ്ങൾ വിളിക്കുക. മൂപ്പർക്ക് അയാളെ ഭയങ്കര ട്രസ്റ്റായിരുന്നു. ഒരു കാര്യസ്ഥൻ എന്ന നിലയിലായിരുന്നു അയാൾ അവിടെ നിന്നത്. പക്ഷെ വന്ന് അവസാനം ഭയങ്കര ബോണ്ടായി, ഭയങ്കര അറ്റാച്ച്മെൻ്റായി. എനിക്കൊരു 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണോ അത് ഞാൻ 10th പഠിക്കുമ്പോൾ കേട്ടോ പാമ്പ് കടിച്ചിട്ട് ഉണ്ണിയേട്ടൻ മരിച്ചു കേട്ടോ. അപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ മരണത്തിനൊന്നും ഞാൻ കാണാനൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഉമ്മ പറയും, ഞാൻ അങ്ങനെ മുട്ടിലെഴിഞ്ഞൊക്കെ പോണ സമയത്താണ് ഉണ്ണിയേട്ടൻ ഞങ്ങളുടെ തറവാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ മൂപ്പർക്ക് തന്നെ സ്പെഷ്യലായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് കിടക്കുക, മൂപ്പരുടെ നെഞ്ചിൽ കയറി കിടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പറയായിരുന്നു കേട്ടോ. അത്രയും ഇഷ്ടമായിരുന്നു ഇത്ര എന്നെ. അങ്ങനെ പെട്ടെന്ന് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്നതാണ് കേട്ടോ അത്. പിന്നെ ജിനിത്ത, ഞാൻ ഇത്തയുടെ വീഡിയോ ഒന്നും ഇപ്പോൾ കാണാറില്ല. അത് ഞാൻ ഇന്നലെ വായിച്ച കമൻ്റാണ് അല്ലേ. ഓക്കെ, ഇനി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഇന്നലെ നമ്മൾ ഒരുപാട് ബിരിയാണി നിങ്ങൾ ഏത് കഴിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ മലബാർ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഗീ റൈസ് ബീഫ്. ഗീ റൈസ് ബീഫ് എൻ്റെ ഫേവറേറ്റ് ആണ്. അതിലേറെ ഇഷ്ടം തേങ്ങാച്ചോറും ബീഫുമാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് പൊട്ടറ്റോയും അച്ചാറും മാത്രമാണോ അല്ലെങ്കിൽ എഗ്ഗും അച്ചാറും മാത്രമാണോ, കറിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ എൻ്റെ കുട്ടികൾ കറിപ്പാത്രം 2-3 കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മാക്സിമം ആ ചോറിൻ്റെ പാത്രത്തിൽ ഉള്ളിൽ തന്നെ എന്താണ് കറി അതാക്കുന്നതാണ്. കുട്ടികൾക്ക് 2 പേർക്കും ഇഷ്ടം അതാണ്. എക്സ്ട്രാ പാത്രം തൂക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ നമ്മളൊക്കെ സ്കൂൾക്ക് പോണ സമയത്ത് അങ്ങനെ ഒരുപാടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഒരു ഉപ്പേരി അച്ചാർ, അതിൻ്റെ അപ്പുറമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സിലൊന്നും. അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഒരു വകയൊക്കെ വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ആക്കി കൊടുക്കും പിള്ളേരുടെ ഫ്രണ്ട്സിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സമയത്ത് കറിയൊക്കെ അവർ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് എന്നാണ് പറയാറ്, അവർ കൊണ്ടുപോകാറില്ല. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എനിക്കും ഉപ്പാക്കും മാത്രം ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടമല്ല, ഉമ്മാക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഇതുണ്ടാക്കിയിട്ട് ഇതന്നെ എല്ലാവരും കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു. 2-3 ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ മൾട്ടിഗ്രെയിൻസിൻ്റെ ആ സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ അങ്ങ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാസ്ത ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ ഹെവി ആക്കണ്ടെന്ന് തോന്നി. അങ്ങനെ ഇതാ നമ്മൾ വെജിറ്റബിളും ക്യാരറ്റും വലിയുള്ളി എല്ലാം കട്ട് ചെയ്തെടുത്തു. ഈ ഒരു പാത്രത്തിൽ നമ്മൾ റവ എടുത്തിട്ടുണ്ട്. നമ്മൾ റവ എടുത്ത പാത്രം എപ്പോഴും മാറ്റി വയ്ക്കണം. വെള്ളം നമുക്ക് അതിൽ അളന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റവ എത്ര വറുത്ത റവയാണെങ്കിലും വീണ്ടും നമ്മൾ വറുക്കണം, എന്നാൽ തന്നെ ഉപ്മാവിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വറുത്ത റവനെ ഞാൻ വീണ്ടും വറുത്തെടുത്ത ശേഷം ഈ ഒരു കളറായിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. പ്ലേറ്റ് അങ്ങനെ വെച്ചപ്പോൾ വീഴുമോ എന്ന് പേടിച്ച് വേഗം ശരിക്കും വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില, വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ ക്യാരറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടുമല്ലോ. എനിക്കിങ്ങനെ ഉപ്മാവ് കഴിക്കുന്ന ഇഷ്ടമാണ്. അത് സാമ്പാറും കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം വെള്ളം ഞാൻ നേരത്തെ റവ എടുത്ത പാത്രത്തിൽ 3 പാത്രം വെള്ളമാണ് ഞാൻ എടുക്കാറ് കേട്ടോ. നമ്മൾ മലപ്പുറം സൈഡിലോട്ട് എനിക്ക് തോന്നുന്നു സെയിം വെള്ളമോ അല്ലെങ്കിൽ ഇരട്ടി എടുക്കുള്ളൂ. കാരണം അവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാവുക, ലാസ്റ്റ് കുറച്ച് തേങ്ങ ചേർക്കും. നമ്മളിവിടെ കുറച്ച് ലൂസായിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ കഴിക്കാറ്. ഇതിലും ലൂസായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, പെട്ടെന്ന് റവ കട്ടയായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സമയം വരുമ്പോഴത്തേക്കുമാണ് കേട്ടോ ഞാൻ ഇവിടെ അടച്ച് വെച്ചത്. പിന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അപ്പുറത്ത് ഞാൻ പാല് വെച്ചത് നമ്മുടെ മൾട്ടിഗ്രെയിൻസിൻ്റെ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാല് തിളപ്പിച്ചിട്ട് അതിലാണ് നമ്മളത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ് വിചാരിച്ചിട്ട് ഒരുപാട് നേരമൊന്നും കിടന്നുറങ്ങാൻ പറ്റൂല. കിടന്നുറങ്ങിയാൽ പോയി. അങ്ങനെ ഞാൻ കുറച്ച് ചെറുപയർ പുഴുക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പുമാവ് കേട്ടോ. പുഴുക്ക് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവിൽക്ക് കോമ്പിനേഷൻ ആണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. നമ്മൾ മോർണിംഗ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പ്രോട്ടീൻ കഴിക്കുന്നത് ഭയങ്കര നല്ലൊരു സംഭവമാണ്. അപ്പോൾ പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗറുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഇഡലി, ദോശ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് പ്രോട്ടീനായിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നുള്ള ഷുഗറിൻ്റെ പ്രശ്നം വരില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുണ്ടാവും, അമ്മാതിരി ഷുഗർ ആയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അത്ര അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേറെ പലതും കാണുന്നതല്ലേ, ഒക്കെ ശരിയാണോ എന്നൊന്നും അറിയില്ല. എന്നാലും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. 30-35 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യണതും നല്ലതാണ്. ഞാൻ കുറേ ആയി ചെക്ക് ചെയ്തിട്ട്, എനിക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. അപ്പോൾ ഇന്നലെ ലഞ്ച് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ബാക്കിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുക്കട്ടി ചീര എടുക്കണം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതുകൊണ്ടൊരു ഉപ്പേരി വെക്കണം. നല്ലോണം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചുക്കട്ടി ചീര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ. തലയിൽ നിന്ന് വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അതേപോലെ പലരും കമൻറ്റ് ഇട്ടിട്ട് അതിന് റിപ്ലൈക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ വ്ളോഗ് കണ്ടാൽ മാത്രമാണ് അതിൽ റിപ്ലൈ കിട്ടുന്നത്. പഴയ പോലെ എനിക്ക് കമൻറ്റിന് റിപ്ലൈ എങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല, ഭയങ്കര സ്ട്രെസ്സാണ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും. അതേപോലെ എൻ്റെ അടുത്ത് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ പേരെന്താന്ന് അയാൾ പിന്നെയും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഫുൾ നെയിം ജിൻഷ ഷമീം എന്നാണ് കേട്ടോ. അതാണ് ഞാൻ ഇനിയൊരു ചാനൽ തുടങ്ങുമ്പോൾ ആ ഒരു പേരിടാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ചാനൽ തുടങ്ങാൻ പറ്റുമോ, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയുന്നില്ല. ഒരു ചാനൽ എന്നെ കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ. എന്നാലും എൻ്റെ ഒരു പാഷൻ കാരണമാണ് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ചായ എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ വെറൈറ്റി മുസ്ലിം ആചാരം എന്തായാലും ജിനി മഞ്ജുത്തി ആയിട്ടുണ്ട്, ബാക്കി പറയാം. നമ്മുടെ കല്യാണത്തിൻ്റെ ബാക്കി പറയണം എന്നാണോ ഉദ്ദേശിച്ചത്? കല്യാണത്തിൻ്റെ ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഓരോ നാട്ടിൽ ഓരോ കൾച്ചർ, ഓരോ രീതി, ഓരോ ഇത് പറ്റുന്നവർ പറ്റുന്ന പോലെ ചെയ്യുക, ഗ്രാൻഡായി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. പൈസ ഉള്ളതുകൊണ്ടല്ലേ ഗ്രാൻഡായി ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അവരങ്ങനെ ചെയ്യട്ടെ. അതിൻ്റെ പേരിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടാവുമോ, എങ്ങനെ ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം അത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വിട്ടുകൊടുത്തൊരു സംഭവമല്ലേ. പെണ്ണ് നോക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയി നോക്കുന്നു ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.